മൂകാംബികയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ട വഴിയിലാണ് ഇങ്ങനെയൊരു അമ്പലം ശ്രദ്ധയിൽപ്പെടുന്നത്. വനദുർഗാ ക്ഷേത്രമാണ്. കയറിയിട്ട് പോകാം എന്ന് ഉണ്ണിയുടെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഇതിനു മുൻപ് പലതവണ മൂകാംബികയിൽ വന്നിട്ടും ഈ അമ്പലം ശ്രദ്ധയിൽപ്പെട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചത്. ശ്രീകോവിലില്ലാതെ, ചുറ്റുമതിലില്ലാതെ, വേനലിലും മഴയിലും ശക്തയായി ഒരേപോലെ മൂകാംബികാദേവിയെ കാത്തുകൊള്ളുന്ന കാവൽ ദേവത, പരിവാര ദേവതയായ വനദുർഗ. അരവിന്ദന്റെ അതിഥികൾ സിനിമയിൽ ഒത്തിരി രംഗങ്ങൾ ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. സിനിമയിൽ കാണിച്ചതുപോലെ തന്നെ സന്താനഭാഗ്യത്തിനായി ദേവിയുടെ അനുഗ്രഹം തേടിയാണ് ഒത്തിരി പേർ ഇവിടെ എത്തുന്നത്. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയിൽ ചില വിശ്വാസങ്ങൾ ഒരു കരുത്താണ്. ആരും തുണയില്ലെങ്കിലും നമ്മിലെ സംഘർഷങ്ങൾ കേൾക്കാനെങ്കിലും ഒരാളുണ്ടെന്ന വിശ്വാസം. ഇവിടെ സമർപ്പിച്ച 100 കണക്കിന് തൊട്ടിലുകൾ കണ്ടപ്പോൾ അറിയാതെ ഒരച്ഛനായ ഞാനും പ്രാർത്ഥിച്ചുപോയി. പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ ദേവിയെ വിശ്വസിച്ച് ഈ തൊട്ടിലുകൾ കെട്ടിയവർക്കെല്ലാം അവരുടെ പ്രാർത്ഥനകൾ സഫലമാകണമേ എന്ന്, അവരുടെ ജീവിതത്തിലും ഒരു കൺമണിയെ നൽകണമേ എന്ന്. ഒരച്ഛനും അമ്മയും കുട്ടിയും നിൽക്കുന്നത് പോലെയാണ് ഇവിടുത്തെ രൂപങ്ങൾ. പരിവാര ദേവത അല്ലെങ്കിൽ കുടുംബദേവത എന്ന സങ്കല്പമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാടിനോട് ചേർന്ന് മരങ്ങളുടെയും ജീവജാലങ്ങളുടെയും തണലും സ്പർശവും അറിഞ്ഞ് ആധുനികതയുടെ യാതൊരു കൃത്രിമത്വവുമില്ലാതെ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന ഈ പുണ്യഭൂമി നല്ലൊരു അനുഭവമാണ് പകർന്നു തന്നത്. മൂകാംബിക ദർശനത്തിന് മുൻപ് വനദേവതയെ തൊഴുത് അനുവാദം വാങ്ങണമെന്നാണ് പറയപ്പെടുന്നത്. കൊല്ലൂർ അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് തൊട്ടടുത്തായി റോഡരികിൽ തന്നെയാണ് അമ്പലമില്ലാതെ വനദുർഗ കാടിനെ കാക്കുന്നത്. ഈ വഴി പോകുന്നവർ ഉറപ്പായും ഇവിടെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തണം. മണ്ണിനെ അറിഞ്ഞ്, കാടിനെ അറിഞ്ഞ്, ചുറ്റുമുള്ള ജീവജാലങ്ങളെ അറിഞ്ഞ് തിരക്കുകൾക്ക് തൽക്കാല വിരാമം ഇട്ടുകൊണ്ട് പ്രകൃതിയെ ശ്വസിക്കാം. വിശേഷങ്ങൾ തുടരാം.